മാം, നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൽ പണ്ട് വളരെ വിരളമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ് എന്നുള്ളത്. പക്ഷെ ഇന്ന് മെജോറിറ്റി ഓഫ് ദ ആളുകളിൽ പ്രായമേറും തോറും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലോകത്തിൽ പാർക്കിൻസൺസ് എന്നുള്ളൊരു അസുഖത്തിന് DBS, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ ഏറ്റവും ആധുനികമായൊരു ട്രീറ്റ്മെൻറ്റായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ പാർക്കിൻസൺസ് എന്നുള്ള അസുഖം മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ലേ? അതെ, ഈ പറഞ്ഞത് ശരിയാണ്. പാർക്കിൻസൺസ് ഡിസീസ് പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ്. നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പഠനങ്ങളുടെ അനുഭവത്തിൽ 100-ൽ-1 60 വയസ്സ് കഴിഞ്ഞാൽ 100-ൽ-1 പാർക്കിൻസൺസ് വരാം. 80 വയസ്സ് കഴിഞ്ഞാൽ 100-ൽ-4 പേർക്ക് പാർക്കിൻസൺസ് ഡിസീസ് വരാം. അപ്പം നമ്മൾ ദീർഘനാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് വരാനുള്ള സാധ്യത ഏറി വരികയാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടും പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സംഖ്യ വളരെയധികം ഉയർന്നിട്ട് വരുന്നത്. പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്നത് ബ്രെയിനിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതിന് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത്, അതിന് വേണ്ട ഒരു ഇന്ധനം, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് നമ്മൾ പറയും, ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ, അതുണ്ടാക്കുന്ന കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചു, ആ കോശങ്ങൾ നശിക്കുകയും ബ്രെയിനിൽ ആവശ്യത്തിന് ഡോപ്പമിൻ ഉണ്ടാകാതിരിക്കുകയും അതുമൂലം ഈ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന സർക്യൂട്ടിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് അനിയന്ത്രിതമായിട്ടുള്ള വിറയൽ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. അവർക്ക് നോർമൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ മസിലുകൾക്ക് നോർമൽ ടോൺ, ആ നോർമലായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ഒരു അയവ് മസിലുകൾക്ക് കാണില്ല. അങ്ങനെയുള്ള സിംറ്റംസാണ് ഈ ഡോപ്പമിൻ ഇല്ലാത്തത് മൂലം, ഈ ചലന സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യ ഘട്ടങ്ങളിലെല്ലാം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പേഷ്യൻസിന് നൽകുന്നത്. ബ്രെയിനിനില്ലാത്ത ഈ ഡോപ്പമീനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡയബറ്റിസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻസുലിൻ വേണ്ടി വരുന്നത് പോലെ ബ്രെയിനിൽ ഡോപ്പമിൻ ഇല്ലെങ്കിൽ ഡോപ്പമിൻ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോപ്പമിനായിട്ട് നൽകാൻ സാധിക്കില്ല, അത് നമ്മുടെ ഗ്യാസ്ട്രിക് എൻസൈംസ് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ട് ഡോപ്പമിനായി രൂപാന്തരപ്പെടുത്തുന്ന ലിവോഡോപ്പ എന്നൊരു മരുന്നാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഡോപ്പമിൻ പോലെ വർക്ക് ചെയ്യുന്ന ഡോപ്പമിൻ ആഗണിസ്റ്റ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്. അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ഡോപ്പമിൻ്റെ വിഘടനം കുറച്ച് കൂടുതൽ നേരം അത് ബ്രെയിനിൽ നിലനിൽക്കുന്നതിന് ഉപകരിക്കുന്ന മരുന്നുകൾ. ഇങ്ങനെയുള്ള മരുന്നുകളാണ് പാർക്കിൻസൺ ഡിസീസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കൊടുക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ചികിത്സ തന്നെയാണ് പാർക്കിൻസൺ ഡിസീസിൻ്റെ ആദ്യകാലങ്ങളിലെ ഡെഫിനറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഈ ഡോപ്പമിനായി മാറുന്ന ലിവോഡോപ്പ നമ്മൾ നൽകിയാൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ഡോപ്പമിൻ അധിക നേരം ബ്രെയിനിൽ നിൽക്കുകയില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള എൻസൈംസ് തന്നെ ഈ ഡോപ്പമിനെ ഡിസ്ട്രോയ് ചെയ്ത് കളിച്ചു കളയും. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ പേഷ്യൻറ്റിൻ്റെ സ്വന്തം ഡോപ്പമിനും ഈ മരുന്നിൽ നിന്ന് ലഭിക്കുന്ന ഡോപ്പമിനും ചേർന്ന് അവർക്ക് 3 നേരം ടാബ്ലറ്റ് കഴിച്ചാൽ എൻറ്റയർ ഡേ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതേസമയം വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ബ്രെയിനിലെ ഡോപ്പമിൻ്റെ അളവ് കുറയുമ്പോൾ ഇത്രയും നേരം കിട്ടുന്നില്ല, 3 നേരം മരുന്ന് കഴിച്ചാൽ പോരാ, 4 വേണം, 5 വേണം എന്നുള്ളൊരു ഘട്ടം വരും. ചിലർക്ക് 10 ടാബ്ലറ്റ് വരെ കഴിക്കേണ്ടി വരും ഒരു ഹോൾ ഡേ അവർക്ക് മൊബിലിറ്റി കിട്ടണമെങ്കിൽ. ഇത് കൂടാതെ മറ്റൊരു പ്രശ്നം, ഈ ഡോപ്പമിൻ, ഈ മരുന്നിൽ നിന്ന് ലഭിക്കുന്ന ഡോപ്പമിൻ ഈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ സംഭരിച്ചു വെക്കാതെ ഒരു അളവിൽ കൂടുതൽ റിലീസ് ചെയ്യും. രോഗം ബാധിച്ച കോശങ്ങളാണത്. അവ ഇത് സംഭരിച്ചു വെക്കാൻ ആളുകൾ കുറവ്, ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സെൽസ് കുറവ്, ആ സെൽസിന് തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അത് വലിയ അളവിൽ ഡോപ്പമിൻ പുറത്തോട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ചലന സർക്യൂട്ടിന് ആവശ്യത്തിലധികമായി പോയി ഡോപ്പമിൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മറ്റൊരു തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരും, ഡിസ്കൈനേസിയാസ്. മരുന്ന് മൂലവും മറ്റൊരു തരത്തിലുള്ള അബ്നോർമൽ മൂവ്മെൻറ്റ്സ് വരാൻ തുടങ്ങും. അപ്പോൾ മരുന്നിൽ നിന്ന് കിട്ടുന്ന ഗുണം ഉള്ള സമയം കുറഞ്ഞു വരികയും മരുന്ന് കഴിക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം മൂവ്മെൻ്റ് ആയി പോവുക, ഇങ്ങനെ 2 പ്രശ്നങ്ങൾ വരും. ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ DBS ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പാർക്കിൻസൺസ്, ഇപ്പം മാം പറഞ്ഞതുപോലെ പാർക്കിൻസൺസ് അസുഖമുള്ള ആൾക്കാർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിനൊരു പരിമിതികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് DBS ശസ്ത്രക്രിയ കൊണ്ടുവന്ന ഒരു ടീമിനെ നയിച്ച വ്യക്തിയാണ് മാം എന്നോടൊപ്പം എന്നുള്ളത്. അപ്പോൾ ഈ പാർക്കിൻസൺസ് അസുഖത്തിന് ഈ DBS ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി എന്ന് ഞാൻ പേര് വിളിക്കുന്നില്ല, ഒരു പ്രൊസീജിയർ അല്ലേ മാം? ഈ ഒരു പ്രൊസീജിയർ പാർക്കിൻസൺസ് അസുഖത്തിനെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോപ്പമിൻ ഉണ്ടെങ്കിൽ മാത്രമേ ചലന സർക്യൂട്ടിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് നോർമലായിട്ട് നടക്കൂ. അപ്പം ഒരു ന്യൂറോൺ, ഒരു ബ്രെയിൻ സെൽ മറ്റൊരു ബ്രെയിൻ സെല്ലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് ഏതളവിൽ, അതിൻ്റെ ഫയറിംഗ് പാറ്റേൺ എന്ന് പറയും, എത്ര ഇടവിട്ടാണ് അത് ഫയർ ചെയ്യുന്നത്,
ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയിലാണ് അത് ഫയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പലതരം സിഗ്നലിൻ്റെ ക്വാളിറ്റീസ് അനുസരിച്ചിട്ടാണ് പ്രോപ്പറായിട്ടുള്ള സിഗ്നൽ പോവുകയും നമ്മളുടെ എല്ലാ ചലനങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ ഇല്ലാതെ വരുമ്പോൾ ഈ സിഗ്നലിംഗ് പാറ്റേൺ മുഴുവൻ മാറുകയും അബ്നോർമൽ ആയിട്ടുള്ള പാറ്റേൺസിൽ ബ്രെയിൻ സെൽസ് ഫയർ ചെയ്യാൻ തുടങ്ങും. ഒരു 13 to 35 ടൈംസ് പെർ സെക്കൻഡ് ഫയർ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്, ബീറ്റാ ഫ്രീക്വൻസി എന്ന് പറയും. അതാണ് രോഗലക്ഷണങ്ങളുടെ പിന്നിലുള്ള അബ്നോർമൽ ന്യൂറോണൽ ആക്ടിവിറ്റി. അപ്പോൾ അത് ഇലക്ട്രിക്കൽ സിഗ്നലിങ്ങിൽ വന്ന തകരാറ് മൂലമാണ് അത് ഈ ഫയറിംഗ് പാറ്റേൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സർക്യൂട്ടിൽ തന്നെ ഡയറക്റ്റ്ലി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ബാഹ്യമായിട്ട് പേസ് മേക്കർ കൊടുത്ത് ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പോലെ പേസ് മേക്കർ പോലെ ഒരു ഉപകരണത്തിൽ നിന്ന് വരുന്ന കറണ്ട് ബ്രെയിനിൽ ഈ സർക്യൂട്ടിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ഈ അബ്നോർമലായിട്ട് ഫയറിംഗ് പാറ്റേൺ, ഈ ബീറ്റ ആക്ടിവിറ്റിയെ അതിനെ സപ്രസ് ചെയ്യാൻ പറ്റുകയും ഈ ബീറ്റ റേഞ്ചിൽ നിന്ന് കുറേ കൂടെ ഷോർട്ടറായിട്ടുള്ള ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് നോർമൽ സിഗ്നലിംഗ്, സാധാരണഗതിയിൽ കാണുന്ന നോർമൽ സിഗ്നലിംഗ് ഈ ചലന സർക്യൂട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പാർക്കിൻസൺ സിംറ്റംസ് സ്റ്റിമുലേഷൻ കൊണ്ട് മാറുന്നത്. ഓക്കെ. ഇത് തന്നെയാണ് മരുന്ന് ചെയ്യുന്നതും. പക്ഷേ മരുന്നിന് വളരെ കുറച്ച് നേരമേ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് എക്സസ് മൂവ്മെൻറ്റ് വരാൻ തുടങ്ങുന്നു. ഇതിലങ്ങനെയല്ല, നമുക്ക് നിയന്ത്രിച്ച് വേണ്ട ലെവലിൽ കൺട്രോൾ ചെയ്ത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കാം. അത് തന്നെ ത്രൂ ഔട്ട് 24 hours ഒരേ ഇഫക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. ഈ എക്സസ് മൂവ്മെൻറ്റ് കാണുകയുമില്ല, മരുന്നിൻ്റെ പാർശ്വഫലങ്ങളില്ലാതെ കൊടുക്കാൻ പറ്റും.